आज की ഹിന്ദി കക്ഷ में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിഹാസ എന്ന ഖണ്ഡത്തിലെ അമംഗൾ ഛായയും അതുപോലെ ഏക് പ്രശ്ന എന്ന് പറയുന്ന രണ്ട് ഗീതങ്ങളാണ് പഠിച്ചത്. അമംഗൾ ഛായയിലൂടെ നമ്മൾ പഠിച്ചു യുദ്ധത്തിനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്, രഥത്തിൽ പോകുന്നു. അതുപോലെ ഏക് പ്രശ്ന എന്ന് പറയുന്ന ഗീതത്തിൽ നമ്മൾ പഠിച്ചു ചോദ്യങ്ങളാണ്, നമ്മുടെ രാധയുടെ ചില ചോദ്യമാണ്. യുദ്ധത്തിനാണോ അർത്ഥം അഥവാ പ്രേമത്തിനാണോ അർത്ഥം, തൻ്റെ പ്രേമമാണോ വലുത് അല്ലെങ്കിൽ യുദ്ധമാണോ വലുത് എന്ന ചോദ്യമാണ്. യുദ്ധവും ഇതിഹാസവും എന്താണെന്ന് രാധയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് നാം ഇതിഹാസം എന്ന് പറയുന്ന ഖണ്ഡത്തിലെ അടുത്ത ഗീതത്തിലേക്ക് അടുക്കുകയാണ്. ശബ്ദ് അർത്ഥഹീൻ, ശബ്ദം അർത്ഥമില്ലാത്തത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. पर इस सार्थकता को तुम मुझे कैसे समझाओगे कनु. शब्द 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 मेरे लिए अब अर्थहीन हैं. यदि वे मेरे पास बैठकर मेरे रूखे कुंडलों में उंगलियां उलझाए हुए तुम्हारे कामते अधरों से नहीं निकलते. शब्द 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 कर्म स्वधर्म निर्णय द्वैत मैंने भी गली गली सुने हैं ये शब्द. अर्जुन ने इनमें चाहे कुछ भी पाया हो, मैं इन्हें सुनकर कुछ भी नहीं पाती प्रिय. सिर्फ राह में टिटक कर तुम्हारे उन अधरों की कल्पना करती हूँ जिनसे तुमने ये शब्द पहली बार कहे होंगे. पर इस सार्थकता को तुम मुझे कैसे समझाओगे कनु. നീ എങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരിക, മനസ്സിലാക്കി തരിക. എന്താണ് ഇതിഹാസ, അതുപോലെ എന്താണ് ചരിത്രം, അല്ലെങ്കിൽ എന്താണ് യുദ്ധം എന്നതിൻ്റെ അർത്ഥം എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കി തരിക കനു കൃഷ്ണ. ശബ്ദ 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 മേരലി അബ് അർത്ഥഹീൻ ഹെ. വാക്കുകളെല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ച് അർത്ഥമില്ലാത്തതാണ്. യദി വേ മേരെ പാസ് ബൈഠ്കർ മേരെ റൂക്കെ കുന്തലോ മേ ഉംഗലിയാ ഉലജായേ ഹുവേ തുമാരെ കാമത്തെ അധരോ സെ നഹി നിക്കൽത്തെ. എനിക്ക് എങ്ങനെയാണ് അർത്ഥമില്ലാതായിരിക്കുന്നത്? എനിക്ക് അർത്ഥമുള്ളത് നീ പറയുന്ന നിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ മാത്രമാണ്. അത് എൻ്റെ പാറിപ്പറക്കുന്ന മുടിയിലൂടെ, അതുപോലെ ഉംഗലിയ ഉൽജായ ഹുയി വിരലുകൾ ഓടിക്കുന്ന സമയത്ത് എൻ്റെ പറന്ന മുടി ഇഴകളിലൂടെ വിരലുകൾ ഓടിക്കുമ്പോൾ, അതുപോലെ തുമാരെ കാമത്തെ അധരോ സെ നഹി നിക്കൽത്തെ നിൻ്റെ വിറയ്ക്കുന്ന അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതല്ലെങ്കിൽ അതെനിക്ക് അർത്ഥമില്ലാത്തതാണ്. അതായത് പ്രേമം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ സ്നേഹം, പ്രണയ നിമിഷങ്ങൾ, ആ സമയത്ത് കൃഷ്ണൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് മാത്രമേ രാധയ്ക്ക് അറിയുള്ളൂ. ശബ്ദ 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 കർമ്മ സ്വധർമ്മ നിർണയ ദ്വൈത് മേനെ ബി ഗലി ഗലി സുനേഹ്. വാക്കുകൾ, എപ്രകാരമുള്ള വാക്കുകളാണ് കേട്ടത് എന്നാണ് രാധ പറയുന്നത്. കർമ്മ, സ്വധർമ്മ, നിർണയം, ദ്വായിത്ത് ഉത്തരവാദിത്വം, നിർണയം തീരുമാനങ്ങൾ, ധർമ്മങ്ങൾ, കർമ്മം, ഇതൊക്കെയാണ് തെരുവുകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഗലി ഗലി എന്ന തെരുവുകൾ. അർജുനെ ഇൻമേ ചാഹെ കുച്ച് ബി പായാഹു. അർജുൻ ഇതിലൂടെയൊക്കെ, ഈ ശബ്ദങ്ങളിലൂടെ ഒരുപാട് നേടിയിട്ടുണ്ടാവും. അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. മേ ഇനെ സുൻകർ കുച്ച് ബി നഹി പാത്തി പ്രിയ. ഈ ശബ്ദങ്ങളിലൂടെ, ഈ പറഞ്ഞിരിക്കുന്ന കർമ്മ, സ്വധർമ്മ, നിർണയ, ദ്വൈത്ത് എന്നീ 4 ശബ്ദങ്ങളിലൂടെ അർജുൻ നേടി. പക്ഷേ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, ഞാനൊന്നും മനസ്സിലാക്കിയിട്ടുമില്ല. സിർഫ് രാഹുമേ ടിടക്കർ, വഴിയിൽ, വെറും വഴിയിൽ നിന്നു പോവുകയാണ് ഞാൻ. ടിടക്കർന എന്ന് പറഞ്ഞാൽ നിന്നു പോവുക. തുമാരെ ഉൻ അധുരോ കി കൽപ്പന കർത്തി, വഴിയിൽ നിന്ന് പോയിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളെ സങ്കല്പിക്കുകയാണ്. ജിൻസെ തുമ്നെ യെ ശബ്ദ പെഹ്ലി ബാർ കഹേ ഹോംഗെ. ആരോടാണ് നീ ഈ വാക്കുകൾ ആദ്യമായിട്ട് പറഞ്ഞത് എന്നത് ഞാൻ ആ വഴിയിൽ നിന്നുകൊണ്ട് സങ്കല്പിക്കുകയാണ്. എൻ്റെ ഭാവനയിൽ നീ പറഞ്ഞത് നമ്മുടെ പ്രേമ ലീലയിൽ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചിരുന്ന നിമിഷങ്ങളിൽ പറഞ്ഞത് മാത്രമേ എൻ്റെ ചിന്തയിലുള്ളൂ. ആ വാക്കുകൾ മാത്രമേ ഉള്ളൂ. तुम्हारा सावरा लहराता हुआ जिस्म, तुम्हारी खिंचित मुड़ी हुई शंख ग्रीवा,
तुम्हारी उठी हुई चंदन बाहें, तुम्हारी अपने में डूबी हुई अधकुली दृष्टि, धीरे धीरे हिलाते हुए तुम्हारे जादू भरे होठ, तुम्हारे സാവര ലഹ്റാത്ത ഹുവ ജിസ്മ, നിൻ്റെ ശ്യാമവർണ്ണമായ അലയടിക്കുന്ന ലഹ്റാത്ത, സാവര എന്നാണ് ശ്യാമവർണ്ണം, ആ ജിസ്മം, ആ ശരീരം, തുമാരി കിഞ്ചിത് മുടി ഹുയി ശംഖ് ഗ്രീവ, നിൻ്റെ ചരിഞ്ഞ ശംഖിനെ പോലെയുള്ള കഴുത്ത്, ഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്താണ്, ശംഖ് എന്ന് പറഞ്ഞാൽ ശംഖ്, കിഞ്ചിത് മുടി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ, തുമാരി ഊട്ടി ഹുയി ചന്ദൻ ബാഹി, നിൻ്റെ ചന്ദന കഴികൾ, തുമാരി അപ്നേമേ ഡുബി ഹുയി അത്കുലി ദൃഷ്ടി, അതുപോലെ തന്നിൽ തന്നെ മുഴുകിയ, അപ്നേമേ ഡുബി ഹുയി, ഡുബ്ന എന്ന് പറഞ്ഞാൽ മുഴുകുക, അത്കുലി പാതി തുറന്ന ദൃഷ്ടി, നോട്ടം, ധീരെ ധീരെ ഹിലാത്തെ ഹുയെ പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ട്, തുമാരെ ജാദു വരെ ഹോട്ട്, നിൻ്റെ മാന്ത്രിക ചുണ്ട്. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അർത്ഥമുള്ളതായിട്ട് എൻ്റെ ഭാവനയിൽ എനിക്കുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ ചിന്തയിൽ, ഇതിനൊക്കെയാണ് എൻ്റെ അർത്ഥമായിട്ട് ഞാൻ കാണുന്നത്. मैं कल्पना करती हूँ कि अर्जुन की जगह मैं हूँ और मेरे मन में मैं कल्पना करती हूँ कि अर्जुन की जगह मैं हूँ और मेरे मन में मोह उत्पन्न हो गया है और मैं नहीं जानती कि युद्ध कौन सा है और मैं किसके पक्ष में हूँ और समस्या क्या है और लड़ाई किस बात की है, लेकिन मेरे मन में मोह उत्पन्न हो गया है क्योंकि तुम्हारे द्वारा समझाया जाना मुझे बहुत अच्छा लगता है और सेनाएं स्तब्ध खड़ी हैं और इतिहास स्थगित हो गया है और तुम मुझे समझा रहे हो. ഞാൻ സങ്കല്പിക്കുകയാണ്, मैं कल्पना करती हूँ, ഞാൻ സങ്കല്പിക്കുകയാണ്, അർജുൻ കി ജഗ മേ, അർജുൻ്റെ സ്ഥാനത്ത് ഞാനാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഓർ മേരെ മൻ മേ മോഹ ഉത്പന്ന ഹോയ, എൻ്റെ മനസ്സിൽ ആ സമയത്ത് മോഹം ഉണ്ടായി, ഓർ മേ നഹി ജാൻതി കി യുദ്ധ കോൺസ ഹെ, പക്ഷേ എനിക്കറിയില്ല യുദ്ധം എന്താണെന്ന് വിചാരിക്കുക, ഓർ മേ കിസ്കെ പക്ഷമേ ഹും, ഞാൻ ആരുടെ പക്ഷത്താണെന്നും എനിക്കറിയില്ല, ഒരു സമസ്യയ്ക്ക് എന്താണ് പ്രോബ്ലമെന്നും എനിക്കറിയില്ല, ഒരു ലഡായി കിസ് ബാത് കി ഹെ, യുദ്ധം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും എനിക്കറിയില്ല, ലഡായി എന്ന് പറഞ്ഞാൽ യുദ്ധം, ലേക്കിൻ മേരെ മൻമേ മോഹ ഉത്പന്ന ഹോയ, പക്ഷേ എൻ്റെ മനസ്സിൽ മോഹം ഉദിച്ചു, ക്യോങ്കി തുമാരെ ദ്വാരാ സംജായ ജാന മുझे बहुत अच्छा लगता है, നിന്നിലാൽ എന്നെ മനസ്സിലാക്കി തരിക എന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, നീ എനിക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. ഓർ സേനായ സ്തബ്ധ കടി, സൈനികരൊക്കെ നിശബ്ദരായിട്ട് ഇളകാതെ നിൽക്കുന്നുണ്ട്, ഓർ ഇതിഹാസ് സ്ഥഗിത് ഹോയ, ചരിത്രം ഇളകാതെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്, ഓർ തും മുझे समझा रहे हो, നീ എനിക്ക് മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ അർജുൻ്റെ സ്ഥാനത്ത് ആണെന്ന് വിചാരിച്ചാലും എൻ്റെ മനസ്സിൽ മോഹം ഉദിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധം എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ആരെ പക്ഷത്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ല, പക്ഷെ നീ എന്നെ മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമാണ്, അതാണ് രാധയ്ക്ക് ഇഷ്ടം. കർമ്മ സ്വധർമ്മ निर्णय द्वैत शब्द 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 मेरे लिए नितांत अर्थहीन है, मैं इन सब के परे अपलक तुम्हें देख रही हूँ, हर शब्द को अंजूरी बनाकर बूंद बूंद तुम्हें पी रही हूँ और तुम्हारा तेज मेरे जिस्म के एक एक मूर्छित संवेदना को ददखा रहा है. കർമ്മ സുധർമ്മ നിർണയ ദ്വൈത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ, ഈ 4 വാക്കുകൾ, കർമ്മവും ധർമ്മവും നിർണയവും ധായിത്വവും, ധായിത്വം എന്ന ഉത്തരവാദിത്വം, ഈ ശബ്ദങ്ങൾ മേരെ ലിയെ നിതാന്ത് അർത്ഥഹീൻ, എന്നെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും, നിതാന്ത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അർത്ഥമില്ലാത്തതാണ്. മേ ഇൻ സബ്കെ പരെ അഫലക തുമേ ദേഖ് രഹി ഹും, ഞാൻ കണ്ണിൻ്റെ ഇമ വെട്ടാതെ നിന്നെ നോക്കുകയാണ്, ഇതിനൊന്നുമല്ല എൻ്റെ ചിന്ത. ഹർ ശബ്ദക്കോ അഞ്ചുരി ബനാക്കർ, ആ എല്ലാ വാക്കുകളും ഞാൻ കൈക്കൂമ്പിളിൽ എടുത്തുകൊണ്ട്, അഞ്ചുരി ബനാക്കർ കൈക്കൂമ്പിളിൽ എടുത്തുകൊണ്ട്, ബൂന്ത് ബൂന്ത് തുമേ പീ രഹി ഹും, ആ തുള്ളികൾ, ആ കൈക്കൂമ്പിളിലുള്ള എടുത്ത ജലത്തുള്ളികൾ, ബൂന്ത് ബൂന്ത് തുള്ളികളാണ്, തുമേ പീ രഹി നുകരുകയാണ്, കൈക്കുമ്പിളിലെടുത്ത ആ തുള്ളികൾ, ജലത്തുള്ളികൾ നുകർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ തുള്ളിയായി. ഒരു തുമ്മാര തേജ്, നിൻ്റെ ചൈതന്യം,
मेरे जिस्म के एक एक മൂർച്ഛിത സംവേദന को ദുഃഖാ രഹേ. അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ മരവിച്ച ഓരോ അനുഭൂതിയും, മൂർച്ഛിത സംവേദന എന്ന് പറഞ്ഞാൽ അനുഭൂതി, മരവിച്ച അനുഭൂതി, ദുഃഖാ രഹാ ഹെ, ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ മരവിച്ച ഓരോ അനുഭൂതിയും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖാ രഹാ ഹെ. और तुम्हारे जादू भरे होठों से रजनीगंधा के फूलों की तरह टप टप शब्द झर रहे हैं, एक एक के बाद एक एक के बाद एक. തുമാരെ ജാദു ഭരെ ഹോട്ടോൻസെ, നിൻ്റെ മാന്ത്രികമായ ചുണ്ടുകളിൽ നിന്ന്, രജനീഗന്ധ കെ ഫൂലോൻ കി തർ, രാത്രിയിൽ വരുന്ന പുഷ്പങ്ങളാണ് രജനീഗന്ധ, ആ പുഷ്പങ്ങൾ പോലെ ടപ്പ് ടപ്പ് ശബ്ദ ജർ രഹേ, ടപ്പ് ടപ്പ് എന്ന ശബ്ദം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജർണ എന്നാണ് ഒഴുകിക്കൊണ്ടിരിക്കുക. എക്ക് എക്ക് ബാത്ത് എക്ക് എക്ക് ബാത്ത് എക്ക്, അതായത് നിൻ്റെ മാന്ത്രികമായ ചുണ്ടിൽ നിന്ന് രജനീഗന്ധ, രാത്രി വരുന്ന പുഷ്പങ്ങളെ നിന്ന് ടപ്പ് ടപ്പ് എന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണുള്ളത്. അതരങ്ങളിൽ നിന്ന് നിൻ്റെ വാക്കുകൾ, ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത്? കർമ്മ, സ്വധർമ്മ, നിർണയ, ദ്വായത്ത്, ഈ 4 ശബ്ദങ്ങൾ. മുझ തक आते आते सब बदल गए हैं, मुझे सुन पड़ता है केवल രാധൻ രാധൻ രാധൻ. ഇതൊക്കെ എന്നിലേക്ക് എത്തുന്ന സമയം, ഈ 4 വാക്കുകൾ എന്നിലേക്ക് എത്തുന്ന സമയം എല്ലാം മാറി. സബ് ബദൽ ഗയേ ഹെ, മുझे സുൻ പടുത്ത ഹെ കേവൽ, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് കേവലം രാധൻ 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 എന്നാണ്. ശബ്ദ ശബ്ദ ശബ്ദ, തുമാരെ ശബ്ദ അഗണിത് ഹെ കനോ, സംഖ്യാതീത്, पर उनका अर्थ मात्र एक है, मैं केवल मैं. फिर उन शब्दों से मुझे को इतिहास कैसे समझाओगे कनो. ഈ ശബ്ദങ്ങൾ, തുമാരെ ശബ്ദ അഗണിത് ഹെ കനോ, എണ്ണാൻ പറ്റാത്തതാണ് നിൻ്റെ ശബ്ദങ്ങൾ, സംഖ്യാതീതമാണ്. पर उनका अर्थ मात्र, നീ പറയുന്ന ശബ്ദങ്ങളുടെ അർത്ഥം അത് ഞാനാണ്, കേവലം ഞാനാണ്. ഫിർ ഉൻ ശബ്ദോं से, ആ ശബ്ദങ്ങൾ കൊണ്ട് നീ എന്നെ എങ്ങനെയാണ്, മുझको ഇതിഹാസ് കൈസെ സംജാവോഗെ കനോ, ചരിത്രം എന്താണെന്ന് നീ എന്നെ എങ്ങനെ പഠിപ്പിക്കും ആ ശബ്ദങ്ങൾ കൊണ്ട്. കാരണം ആ ശബ്ദം, നീ പറയുന്ന ശബ്ദങ്ങളൊക്കെ ഞാനാണ് എന്നാണ് ഇവിടെ രാധ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.